അൽ മെത്തൂസ് നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കുള്ള മാത്രം വീഡിയോ ആണ്. മറ്റുള്ളവരെല്ലാം സൈഡ് പ്ലീസ്. കുറെ ആയല്ലോ, തലയെ തട്ടമിടില്ലേ, നീ നരഹത്തിലെ വിറവുള്ളിയല്ലേ, നീ ആനയല്ലേ ചേനയല്ലേ. ഇതെന്തുവാ? സൗദിയിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. റീസെന്റ്ലി ഒരു ന്യൂസ് വന്നിരുന്നു. സൗദിയിലെ പെൺകുട്ടികൾ മുഖം മറച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കരുതെന്നും അത്തരം ഡ്രസ് കോഡ് അവിടെ അലൗഡ് അല്ല എന്നും പറഞ്ഞിരുന്നു. സൗദിയെ പറയുന്നത്. അയ്യോ, ഇവിടുത്തെ കോയാമാര് ആ സൗദിയിലെ ഡ്രസ്സും കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ ഇട്ട് പീഡിപ്പിക്കുന്ന പീഡനം വേണം കാണാം. അല്ലെ, അവളുമാർക്കൊന്നും മനസ്സിലാവത്തില്ല അടിമജന്തുക്കൾക്ക് എന്ത് പറയും. പക്ഷേ അതാണല്ലോ നിങ്ങളുടെ ഒരു വകുപ്പ്, സൗദിക്കാർ പറയണമെന്നാണ് ഇവർ പറഞ്ഞപ്പോ. ദുബായില് ഐ തിങ്ക് 2021 ലോകസുന്ദരി പ്രശ്നമായിരുന്നു. അതെന്തുമായിരുന്നു? കുന്തളിപ്പായിരുന്നു. ഏറ്റവും അധികം കുന്തളിച്ചത് കേരളത്തിലുള്ള ഈ താലിബാനികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല കോയാമാരെ, നിങ്ങൾക്ക് തലയ്ക്ക് നല്ല ഓളമാണ്. സൗദിക്കാരി പെൺകുട്ടി ഒരെണ്ണം അതിമനോഹരമായി ജയിച്ചു നിൽപ്പുണ്ട്. മാറ്റങ്ങൾ അനിവാര്യം. മിസ് സൗദി അറേബ്യ റുമി അൽ ഖത്താനി. പേരൊക്കെ ഒരുമാതിരി എജാതി പേരാണ്. എന്നാൽ നിങ്ങൾ കണ്ടോളി. കണ്ട മൊഞ്ചത്തി നിൽക്കണ നില കണ്ട, ആ സൈഡൊന്ന് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണല്ലോ ഇപ്പൊ പാഷൻ. സൗദിക്കാരി തന്നെയാ. ഓളുടെ ട്വിറ്ററിലാ, ഓളുടെ ചാനലിൽ തന്നെയാ, ഓളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത ഫോട്ടോയാ അത്. എങ്ങനെ ഇരിക്കുന്നു? ഇതെപ്പടി ഇരിക്കേ? അല്ല, മിണ്ടൂല. അതിനെ പറ്റിയൊന്നും അവരടുത്ത് സംസാരിക്കരുത്. ഇതൊന്നും മമ്നൂനാണ്, ഇതൊന്നും പറ്റത്തില്ല. അതൊക്കെ മൂടി കണ്ട സാധനം പോകുമെന്ന് പറയുന്നത്. എടാ കഴുതകളെ, എടാ മണ്ട ശിരോമണി മുറി കോയകളെ, തണുപ്പുള്ള ഒരു രാജ്യത്ത് ശരീരത്തെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അവരങ്ങനെ ഒരു വസ്ത്രത്തിനെ തെരഞ്ഞെടുത്തു. ചൂടുള്ള സമയത്ത് പൊടിക്കാറ്റും മറ്റും കൊണ്ട് അവർ വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവർ അങ്ങനെ ഒരു വസ്ത്രം തിരഞ്ഞെടുത്തു. അവിടെയുള്ള ആണുങ്ങൾ ധരിക്കുന്നത് കന്തൂറ എന്ന് പറയുന്ന ഒരു സാധനമാണ്. വൈറ്റ് കളറിലാണെങ്കിൽ പോലും. അപ്പൊ അത് ആ വ്യത്യാസം കാണാൻ പറ്റും. പെണ്ണുങ്ങളെല്ലാം കറുത്തിട്ടാണെന്ന്, ആണുങ്ങളെല്ലാം വെളുപ്പാണെന്ന്. എന്ത് തേങ്ങയായാലും ഡ്രസ് കോഡ് രണ്ടുപേരുടേതും ആ രീതിയിലാണ്. അവിടുത്തെ പെണ്ണുങ്ങൾ കുറച്ച് മോഡേൺ വസ്ത്രം ഇട്ടാൽ ആണുങ്ങൾക്കും അതിടാം, ആണുങ്ങൾ ഇട്ടാൽ പെണ്ണുങ്ങൾക്കും അതിടാം. സൗദി മാറി ചിന്തിക്കുകയാണ്. ചൂതാട്ടം നിരോധിച്ചിരിക്കുന്നത് ഇസ്ലാമിലാണ്, കള്ളുകൂടി നിരോധിച്ചിരിക്കുന്നത് ഇസ്ലാമിലാണ്, പിന്നെന്തുവാ, വ്യഭിചാരം നിരോധിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ. ഏറ്റവും കൂടുതൽ വലിയ വ്യഭിചാരികളാണ് വ്യഭിചാരം നിരോധിച്ചത്. ശിവനെ, ഇതേത് ജില്ല? മൊത്തത്തിൽ വ്യഭിചാരികളാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതങ്ങനെയാണല്ലോ പണ്ടേ. ഏറ്റവും കുഴപ്പം പിടിച്ചത്, ഏറ്റവും പ്രോബ്ലം, തന്റെ വീട്ടിൽ പ്രശ്നമുള്ളവനാണ് മറ്റുള്ളവനെ നോക്കിയിട്ട് പറയണം അത് തന്നെയാണ് ഈ കോയമാര് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ളത്. എനിവേ, അപ്പോ സൗദി ഇതിനൊക്കെ ഒരു തടയിട്ടിട്ടുണ്ട്. അവിടെ വ്യഭിചാരം നോ പ്രോബ്ലം. അവിടെ സിനിമാ തിയേറ്റർ വന്നിട്ടുണ്ട്. സംഗീതം, സാംസ്കാരിക കല, അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു ഇതെല്ലാം പ്രശ്നമാണ്, കാത്തിക്കണമെന്നാ പറയുന്നത്. സൗദി മാറി. ഇവറ്റകൾ ഇനിയും താലിബാനില്ല. ഈ കെട്ടിക്കേറി താലിബാനിലോട്ട് പോകുന്നതിന് വല്ലതും തരണം. ഒന്ന് കയറിപ്പോയിക്കൂടെ ശല്യങ്ങളെ. മേത്തച്ചികളെ, നിങ്ങളെ ഇവന്മാര് പറ്റിക്കുകയാണ്. ഇത് കൊണ്ട് ജീവിക്കുന്ന കുറച്ചധികം മനുഷ്യരുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബിസിനസ് അബായ ബിസിനസ്സാണ്. അത് ദുബായിലും അങ്ങനെ തന്നെയാണ്. ഒരു അബായക്ക് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു ചെറിയ കടയ്ക്ക് പോലും ഭയങ്കര പൈസ കൊടുക്കണം. റെന്റ് അത്രയാണ്. അബായ അത്രയും ഹ്യൂജ് ഇതിൽ പോകുന്ന ഒരു മാർക്കറ്റാണ്. അത് കണ്ടിട്ട് അതേ സെയിം സാധനം ഈ കേരളത്തിലെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങൾ ഇത് ചട്ടയും മുണ്ടും ധരിച്ചിരുന്നു. മുക്കാൽ മുണ്ടും ചട്ടയും ഇട്ടുകൊണ്ട് കിടന്ന പെൺകുട്ടികൾ നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലുണ്ട്. തലയിൽ തട്ടമിടുന്ന മുണ്ട് നേരിയത് കൊടുക്കുമ്പോൾ മറ്റേതായിട്ട് കൊടുക്കുമ്പോൾ ഇവർ ചട്ടയും നേരിയത് കൊണ്ട് ഉടുത്ത് നടക്കും, തലയിൽ ഒരു തട്ടവും ഇടും. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പറത. എന്നിട്ട് പറയണ എക്സ്പ്ലനേഷൻ എന്തുവാ? മുടി കണ്ട സാധനം പോകുന്നു. വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ മുടി കണ്ടാലേ സാധനം പോകുന്നു. ഈ റിലേഷൻഷിപ്പിനൊക്കെ എന്ത് വാല്യൂ ആണ് ഇവറ്റുകൾ പറയുന്നത്? ഡ്രസ് കോഡ് എനിക്കിത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ഒന്നാമത്തെ കാര്യം, മൊത്തം മൂടുന്നതോ പോട്ടെ, അതൊരു ചൂടിന്റെ. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ക്ലാസ് കോമഡി എന്നറിയാം. ഇപ്പോൾ ഏറ്റവും നല്ല യൂട്യൂബറാണ് താര കല്യാണിന്റെ മകള്. അവൾക്കാരൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരിക്കുന്ന ആ പൊടി വാവയ്ക്ക്, അതിനൊരു വയസ്സ് പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ആ പൊടി മോക്ക് ഭരത ഇട്ട് കൊടുത്തു. കണ്ട ചന്ത എന്തൊരു ഗ്രേറ്റ്നെസ് ആണെന്നറിയാം. ആ പൊട്ടത്തിയാണെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ഇതും എടുത്ത് ധരിപ്പിച്ചിട്ട് അതും വെച്ചൊരു ഷോ. അപ്പൊക്കെ അതുകൊണ്ട് കുറച്ച് ഈ പറയണ മുറിയൻസിന്റെ ഒരു വ്യൂ കിട്ടാനായിരിക്കാം. എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞാലും ആരാമ ബോറായിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. സൗദി മാറി ചിന്തിക്കുന്നിടത്ത്, സൗദിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടം സൗദിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുറിക്കോയൊക്കെ നല്ല മുഴുത്ത ഭ്രാന്താണ്, അല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ്.
ഒരാളുടെ ശരീരഭാഗങ്ങൾ കണ്ട് മറ്റൊരാൾക്ക് പ്രൊവോക്കേഷൻ ഉണ്ടായി തോന്നുന്നു എങ്കിൽ അത് അവന്റെ മാനസിക നിലവാരമാണെന്നും അത്തരം മാനസിക രോഗികളെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്, അത്തരം ചികിത്സകൾ ഇവിടെ നിയമവ്യവസ്ഥയിൽ അവൈലബിൾ ആണെന്നും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്തരം ഇതിനെ നിർത്തലാക്കുന്നതിന്റെ കാര്യം. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയില്ലേ, ഇത് കേരള സ്റ്റോറി, അതിനകത്ത് പറയുന്ന എടുത്തു പറയുന്ന കാര്യമാണ്, ഞങ്ങൾ അള്ളാഹുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് അള്ളാഹു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, പർദ്ദയിട്ട ഒരു പെണ്ണിനെ പോലും ആരും ഒന്നും ചെയ്യത്തില്ല. പിന്നെ പർദ്ദ ഇട്ടാലെന്ന് പർദ്ദ ഇട്ടില്ലെങ്കിൽ പെണ്ണാണെന്ന് കണ്ട കിട്ടുന്ന അവസരം കിട്ടിയാൽ അവന്മാർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ച കാര്യങ്ങൾ. പിന്നെ എന്തുവാ അത്, ഇവർക്ക് ഒരു തോട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഈ സാധനം ഇടിപ്പിക്കുന്നതാണ്. അത് മനസ്സിലാവാത്തതാണ്. ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തലയിൽ തട്ടയിടാൻ പറഞ്ഞാൽ ചൂടാണെങ്കിൽ ഞാൻ ഊരി വെക്കും. അതൊരു കംഫർട്ടേ അല്ലാന്ന്. ചൂടുള്ള ക്ലൈമറ്റിൽ അത് ഒട്ടും കംഫർട്ട് അല്ല. നമ്മുടെ നാട്ടിലൊക്കെ ക്ലൈമറ്റിന് ഒട്ടും കംഫർട്ട് അല്ലാത്ത ഒരു ഡ്രസ് കോഡ് തന്നെയാണത്. കറുപ്പ് ചൂടിനെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഡിസേർട്ടാണ്. അവിടെ 6 മാസം ചൂടും 6 മാസം തണുപ്പുമാണ്. ചൂട് സമയങ്ങളിൽ അവർ കാറിനുള്ളിൽ അവരുടെ എല്ലാ ഇടങ്ങളിലും AC ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തണുപ്പ് തന്നെയാണ് അവർക്ക് അപ്പോഴും ഫീൽ ചെയ്യുക. ദെൻ തണുപ്പ് സമയത്ത് അപ്പോഴും ഈ ഡ്രസ്സ് അവർക്ക് കംഫർട്ട് ആയിരിക്കാം, അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു. വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ മുഖവും കൂടെ മറയ്ക്കും. അത് ഹസ്ബൻഡിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. മറ്റുള്ളവർ അവരെ അഴക് കണ്ട് ഇത് ചെയ്യേണ്ടത്. അപ്പൊ നിയമമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പൊ ഗ്രാജുവലി ഇതൊക്കെ മാറി നല്ല രീതിയിലായി വരുന്നുണ്ട്. പക്ഷെ ഈ പൊട്ടന്മാര് ഈ ഗോത്രീയത വിടാൻ തയ്യാറല്ല. അവിടെയുള്ളവർ മാറി ചിന്തിക്കുമ്പോൾ പോലും ഇവിടെയോട്ട് കൊണ്ടുവന്ന് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചെയ്ത്തുണ്ടല്ലോ, അൽ മുറിയൻസിനെ കൊണ്ട് ഞാൻ കിണിഞ്ഞു തോറ്റു. ഏതായാലും റുമീസ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി നല്ല ഒരു റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മിസ് സൗദി റൂമി പേരാണ് കഷ്ടം, റൂമി അൽ ഖത്താനി. സൂപ്പർ കേട്ടോ, അടിപൊളി പെണ്ണ്. അല്ലെങ്കിൽ സൗദി പെണ്ണുങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യം, ബിളിബിളിബിളായിരിക്കും, നല്ല ഭംഗിയാണ്. ആ കീറൽ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്, അടിപൊളി സൂപ്പറാണ്. നോക്ക് പിന്നെ ഇതും എടുത്ത് വെച്ച് ഫ്ലാഗും ഉണ്ട് കേട്ടോ. ആ ഫ്ലാഗ് ഉണ്ടെങ്കിൽ അയ്യോ അതല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഷെബീനെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും വേണ്ടത്. കൃത്യമായി ഫ്ലാഗ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും കോയാമാരെ നന്നായി കൂടെ, ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് ഇത്തിരി ശ്വാസം വിടാനുള്ള അവസരം കൊടുത്തൂടെ? ഇനി കുറെ കോയറ്റുകൾ പോലും നിനക്കെത്താ ഇതെന്റെ സ്വാതന്ത്ര്യം എന്ന് പറയും. എടി പൊട്ടത്തി, ജയഹേലും ഒരു പൊട്ടത്തി നടന്നു പോകുന്നുണ്ട്. നഖശികാന്തം മൂടി, മൂക്ക് പോലും മൂടി, കണ്ണുപോലും മൂടിയിട്ട് നടക്കുന്ന ഒരു സാധനം പറയുന്നുണ്ട്. പെണ്ണുപിള്ളെ അടിച്ചെന്തിനടാ, എൻ്റെ കായ കണ്ടുപിടിയടാ, എൻ്റെയൊക്കെ എന്തൊരു സ്വാതന്ത്ര്യം തന്നു. സ്വാതന്ത്ര്യമാണ് ആ കാണുന്ന പോലെ. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കാത്ത സ്വാതന്ത്ര്യത്തിനാണ് ആ പെണ്ണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പൊട്ടത്തികളോട് എനിക്കൊന്നും പറയാനില്ല, പക്ഷേ ഇത് ഒന്ന് കാണണമെന്നും അറിയിക്കണമെന്നും തോന്നി. അൽക്കോയാസ്, ലുക്ക് അറ്റ് ദിസ്. താങ്ക് യു സോ മച്ച്.